എഡ്യൂസ്മാർട്ട് സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിൽ 4 വർഷ ബിരുദ പ്രോഗ്രാം ഇക്കൊല്ലം ആരംഭിക്കുമെങ്കിലും UGC മാനദണ്ഡങ്ങൾ പലതും ഒഴിവാക്കിയാണ് കോഴ്സ് ഘടന തയ്യാറാക്കിയിരിക്കുന്നത്. മൾട്ടിപ്പിൾ എൻട്രി എക്സിറ്റ്, ക്രെഡിറ്റ് ട്രാൻസ്ഫർ തുടങ്ങി UGCയുടെ പല നിർദ്ദേശങ്ങളും കേരളത്തിലില്ല. ഏകീകൃത സ്വഭാവമില്ലാത്തത് വിദ്യാർത്ഥികളെയും പഠന രീതിയെയും പലതരത്തിൽ ബാധിച്ചേക്കാമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി 4 വർഷ ബിരുദ പ്രോഗ്രാം ആവിഷ്കരിച്ചപ്പോൾ മൾട്ടിപ്പിൾ എൻട്രി എക്സിറ്റ് ഉൾപ്പെടെയുള്ളവ അതിന്റെ ഭാഗമാക്കിയിരുന്നു. ഇതനുസരിച്ച് ഓരോ വർഷവും പഠനം കഴിയുമ്പോൾ നിശ്ചിത ക്രെഡിറ്റ് സ്വന്തമാക്കിയവർക്ക് പുറത്തുപോകാനും നിശ്ചിത സമയത്തിനുള്ളിൽ തിരികെ എത്തി കോഴ്സ് പൂർത്തിയാക്കാനും സാധിച്ചിരുന്നു. ആദ്യ വർഷത്തിനു ശേഷം സർട്ടിഫിക്കറ്റ്, 2ാം വർഷത്തിനു ശേഷം ഡിപ്ലോമ, 3ാം വർഷത്തിനു ശേഷം ബിരുദം, 4ാം വർഷത്തിനു ശേഷം ഓണേഴ്സ് ബിരുദം എന്നിവയായിരുന്നു UGCയുടെ നിർദ്ദേശം. എന്നാൽ കേരളത്തിൽ 3ാം വർഷത്തെ ബിരുദം, 4ാം വർഷത്തെ ഓണേഴ്സ് ബിരുദം എന്നിവ മാത്രമാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. കോഴ്സിന്റെ 40% ക്രെഡിറ്റ് ഓൺലൈൻ കോഴ്സുകളിലൂടെ പൂർത്തിയാക്കാമെന്നാണ് UGC നിർദ്ദേശം. അതേസമയം കേരളത്തിൽ 8ാം സെമസ്റ്ററിലെ ആകെ ക്രെഡിറ്റിൽ 16 എണ്ണം ഓൺലൈൻ കോഴ്സിലൂടെ നേടണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ബാക്കി സെമസ്റ്ററുകളിൽ വിജയിക്കാൻ ആവശ്യമായ ക്രെഡിറ്റിന് അധികമായതു നേടാൻ ഓൺലൈൻ കോഴ്സുകളെ ആശ്രയിക്കാമെന്നാണ് നിർദ്ദേശം. ക്രെഡിറ്റ് ട്രാൻസ്ഫർ രീതിക്കും പല നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. UGC മാനദണ്ഡ പ്രകാരം അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റിൽ രേഖപ്പെടുത്തുന്ന ക്രെഡിറ്റുകൾ ഉപയോഗിച്ച് മറ്റൊരു സർവകലാശാലയിലോ കോളേജിലോ പഠനം തുടരാം. എന്നാൽ കേരളത്തിലെ സ്ഥാപനങ്ങൾ നിലവിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശമനുസരിച്ച് ഒരേ സർവകലാശാലയിലെ കോളേജുകളിലേക്ക് മാത്രമാണ് ഇത്തരത്തിൽ മാറാൻ സാധിക്കുക. സ്ഥാപനത്തിന് പുറത്തുനിന്നുള്ളവർക്കും വാല്യൂ ആഡഡ് കോഴ്സുകൾ തയ്യാറാക്കി അവതരിപ്പിക്കാമെന്നായിരുന്നു UGCയുടെ നിർദ്ദേശമെങ്കിൽ കേരളത്തിലെ കോഴ്സ് ഘടന അനുസരിച്ച് സ്ഥാപനം തന്നെ അവതരിപ്പിക്കുന്ന കോഴ്സുകളാണ് ഇതിൽ ഭാഗമാകുന്നത്. ആദ്യ സെമസ്റ്ററിലെ ഫൗണ്ടേഷൻ കോഴ്സ് എല്ലാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കണമെന്നായിരുന്നു UGCയുടെ നിർദ്ദേശം. 12ാം ക്ലാസ്സിൽ പഠിക്കാത്ത വിഷയത്തിൽ ഉപരിപഠനം നടത്താൻ വിദ്യാർത്ഥികളെ പര്യാപ്തമാക്കുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ കേരളത്തിൽ ഭാഷ, തനത് വിജ്ഞാനം, നൈപുണ്യശേഷി തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് കോഴ്സിലുള്ളത്.